രാജ്യസഭാ എം.പിയായിരുന്ന കെ.സി. വേണുഗോപാൽ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് വൻ വിജയം. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ അംഗമായിരുന്ന കെ.സി. വേണുഗോപാലിൻ്റെ കാലാവധി 2026 ജൂൺ 21 വരെയായിരുന്നു. ബി.ജെ.പി. സംസ്ഥാനത്ത് ഭരണം പിടിച്ചിട്ടും രാജ്യസഭാ സീറ്റ് രാജിവെച്ചാലുണ്ടാകുന്ന ഒഴിവിലേക്ക് കോൺഗ്രസിന് ജയിക്കാൻ കഴിയില്ലെന്ന് അറിയാമായിരുന്നിട്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനത്തിൽ വിമർശനം ശക്തമായിരുന്നു. രാജ്യസഭയിൽ കൂടുതൽ സീറ്റുകൾ ലക്ഷ്യം വെക്കുന്ന ബി.ജെ.പിക്ക് അനാവശ്യമായി ഒരു സീറ്റ് നൽകുന്നുവെന്ന വിമർശനം അടക്കം ഉയർന്നെങ്കിലും കെ.സി. രാജിവെച്ച സീറ്റിൽ കോൺഗ്രസ് ജയിക്കുമെന്ന മുടന്തൻ ന്യായം പറഞ്ഞായിരുന്നു നേതൃത്വം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിലവിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ 2 വർഷം കാലാവധി ബാക്കി നിൽക്കെയാണ് കെ.സി. വേണുഗോപാൽ കളഞ്ഞുകുളിച്ച രാജ്യസഭാ സീറ്റിൽ ബി.ജെ.പി. ഇപ്പോൾ വിജയിച്ച് കയറിയിരിക്കുന്നത്. കേന്ദ്രമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജസ്ഥാനിൽ നിന്ന് വിജയിച്ചതോടുകൂടി കെ.സി. വേണുഗോപാലിനെതിരെ കേന്ദ്ര നേതൃത്വത്തിൽ ശക്തമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. കോൺഗ്രസിനെ തകർക്കാനുള്ള ശ്രമം കോൺഗ്രസിൻ്റെ സംഘടനാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ള രൂക്ഷമായ വിമർശനം കോൺഗ്രസ് ക്യാമ്പുകളിൽ ഉയർന്നതോടെ കെ.സി. വേണുഗോപാൽ പ്രതിസന്ധിയിലായിട്ടുണ്ട്. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസൻ എന്നറിയപ്പെടുന്ന കെ.സി. വേണുഗോപാൽ കൃത്യമായ ചരടുവലികളിലൂടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള വിമർശനങ്ങളും തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുള്ള മാധ്യമപ്രവർത്തകരും നിരീക്ഷകരും തന്നെ പറയുന്നുണ്ട്. എതിരില്ലാതെ ആണ് ബി.ജെ.പി. അംഗത്തിൻ്റെ ജയം എന്നുള്ളത് ശരിക്കും കെ.സി. വേണുഗോപാലിനെ ന്യായീകരിച്ച കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് പോലും പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതായത് കെ.സി. ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെ ന്യായീകരിച്ച് കോൺഗ്രസ് പേരിന് പോലും രാജസ്ഥാനിൽ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. 12 സീറ്റുകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. തെലങ്കാനയിൽ നിന്ന് മത്സരിച്ച കോൺഗ്രസ് നേതാവ് മനു അഭിഷേക് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. മധ്യപ്രദേശിൽ നിന്നാണ് ജോർജ് കുര്യൻ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലാകെ ജനാധിപത്യപരമായ സംവിധാനത്തിലൂടെ ശക്തമായ വെല്ലുവിളി ഉയർത്താൻ തയ്യാറെടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് സത്യത്തിൽ കോൺഗ്രസ് ഒരു ബാധ്യതയാകുന്നു എന്നുള്ള തിരിച്ചറിവുകളാണ് ഇത്തരം ചില പ്രവർത്തികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സങ്കീർണമായ രീതികളിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ തീരുമാനത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്നും ഉയരുന്നത്. ആലപ്പുഴയിൽ നിന്ന് ജയിച്ചു എന്ന് പറയുമ്പോൾ പോലും കേരളത്തിലെ കെ.പി.സി.സിയുടെ കാര്യങ്ങളിൽ വേണ്ട രീതിയിൽ ഇടപെടാൻ പോലും കെ.സി. വേണുഗോപാലിന് സാധിക്കുന്നില്ല എന്നുള്ള രൂക്ഷമായ വിമർശനവും ഇപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും ഉയരുന്നുണ്ട്.